മലയാളദേശത്തിലെ സാധാരണക്കാരന്റെ വിശപ്പകറ്റിയിരുന്ന സപ്ലൈകോയുടെ വാതിലുകൾ ഏകദേശം അടഞ്ഞ മട്ടാണ്. 4000 കോടിയോളം വരുന്ന കടബാധ്യതയുടെ ചുഴിയിൽപ്പെട്ട് 2500 കോടി രൂപയോളം ബാങ്ക് ബാധ്യതകളിൽ ശ്വാസം മുട്ടി. ഇനി എന്ത് എന്ന ഉത്തരമില്ലാ ചോദ്യത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ സപ്ലൈകോ. നിലവിലെ വാർഷിക ബജറ്റിൽ കേവലം 10 കോടി മാത്രം മാറ്റിവെച്ച് ഏറെ ഗൗരവമുള്ള ഈ വിഷയത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് തലയൂരാൻ കഴിയില്ല. ഏത് വിഭാഗത്തിൽപ്പെടുത്തിയും കടബാധ്യതകളിൽ നിന്ന് ഒഴിവായി സപ്ലൈകോ എന്ന കേരളത്തിന്റെ ഭക്ഷ്യ സംസ്കാര മുഖത്തെ സംരക്ഷിച്ചേ മതിയാകൂ. ഭരിക്കുന്നവർ ആരോ ആയിക്കൊള്ളട്ടെ, പാവപ്പെട്ടവന്റെ അന്നമാണ് പരമപ്രധാനം. സപ്ലൈകോ നേരിടുന്ന ഏറെ ഗൗരവമുള്ള ഈ വിഷയത്തെക്കുറിച്ച് ചാനൽ 91 ന്യൂസ് ചീഫ് എഡിറ്റർ TR ദേവനും ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ബിജു കിഴക്കനേലിയും പ്രിയ പ്രേക്ഷകരോട് സംസാരിക്കുന്നു. നമസ്കാരം. ചാനൽ 91 ന്യൂസിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേട്ടല്ലോ, 1974 ഇ ചന്ദ്രശേഖരൻ നായർ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്ന കാലഘട്ടം. 50 വർഷങ്ങൾ പിന്നിടുകയാണ് സപ്ലൈകോയുടെ ചരിത്രം. എന്താ പറയാ, 50 വർഷം പിന്നിടുന്നു എന്ന് പറയുന്നതിനപ്പുറം 50 വർഷത്തെ ചരിത്രം അവസാനിക്കുകയാണ്. സപ്ലൈകോ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. ഇനി അതൊരു വസന്തകാലം ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടാകും. കാരണം 4000 കോടി രൂപയുടെ കടത്തിൽ നിന്നും ഇതിനെ എങ്ങനെ കരകയറ്റാം? സാറിനറിയാം, 10 കോടി രൂപ ബഡ്ജറ്റിൽ നിൽക്കുക. 3-4 ബാങ്കുകളിൽ നിന്ന് മാത്രം 2500 കോടി രൂപ കടമെടുത്തിരിക്കുക. സർ, കേരളം തികഞ്ഞ പട്ടിണിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ. റേഷൻ കടകൾ, സപ്ലൈകോ അനുബന്ധമായിട്ട് മാവേലി സ്റ്റോറുകൾ, KSRTC, മിൽമ, ഇതൊക്കെ മലയാളികളായ സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ അത്താണികളായിരുന്നു. ഇതൊന്നും ലാഭകരമായി നടത്താൻ വേണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതികളല്ല. കമ്പോളത്തിലുണ്ടാകുന്ന വിലക്കയറ്റം, പൂഴ്ത്തിവെപ്പ്, കാരണം 74 എന്ന് പറയുന്നത് വലിയ ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ നാട്. ആ കാലഘട്ടത്തിൽ C. അച്യുതമേനോൻ മുഖ്യമന്ത്രി, ശരിയല്ലേ? ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നവരുടെ ദീർഘവീക്ഷണം, ആ കൊണ്ടുവന്നതിനെ തുടർന്ന് വന്ന സർക്കാരുകൾ ഒരു പരിധിവരെ പരിക്കില്ലാതെ കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു മാവേലി സ്റ്റോറുകളുടെ ഒരു വിന്യാസം കൂടുതലായിട്ട് വന്നത് ശ്രീ K. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. ആ മാവേലി സ്റ്റോറുകൾ വന്ന ശേഷം എനിക്ക് തോന്നുന്നു AK ആന്റണിയൊക്കെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ നിൽക്കുന്നത്. ഈ മാവേലി സ്റ്റോറുകൾ വീടുകളിലേക്ക് പോകുന്ന ഒരു പദ്ധതി വന്നിരുന്നു. അതിനോടൊപ്പം തന്നെ ത്രിവേണി ബസ്സുകൾ സാധന സാമഗ്രികളുമായിട്ട് ഓരോ ജംഗ്ഷനുകളിലേക്കും എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഇത് ലാഭത്തിലായിരുന്നത്? രാജസ്ഥാൻ, പഞ്ചാബ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആന്ധ്ര നേരിട്ട് പോയി പർച്ചേസ് ചെയ്തുകൊണ്ടുവരുന്ന ഒരു വസന്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അതെ, അവിടെ നിന്നും ഈ അലസരായ ഉദ്യോഗസ്ഥർ കൃത്യമായ ഭരണ ഇടപെടലുകൾ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു രീതി വന്നു. പിന്നെ അതെ, ഉൽപാദകന്റെ അടുത്തേക്ക്, കർഷകന്റെ അടുത്തേക്ക് ചെന്ന് വാങ്ങി കൊണ്ടുവരുന്ന ആ ഒരു സമ്പ്രദായം മാറ്റി ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറച്ച്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ നാട്ടിലൊക്കെ ധാരാളം കർഷകരുള്ള നാടാണ്. അപ്പോൾ ഈ ഓണം ഒക്കെ വരുന്നു, അല്ലെങ്കിൽ വിഷു അതുപോലെയുള്ള സമയം വരുമ്പോൾ ഈ സർക്കാരിൻ്റെ വാഹനങ്ങൾ അതുവഴി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് പറയുന്നത്, എൻ്റെ അച്ഛൻ കർഷകനായിരുന്നു. എൻ്റെ അച്ഛൻ പറയും, ഇന്ന ദിവസം മാവേലി സ്റ്റോറുകാർ വരുന്നു സാധനം എടുക്കാൻ എന്ന് കേട്ടു. അന്ന് നല്ല വിലയും കിട്ടും. നേരിട്ടുള്ള ശേഖരണമായിരുന്നു. ആ നേരിട്ടുള്ള ശേഖരണമൊക്കെ ഇപ്പൊ വന്ന് അസ്തമിച്ച് നിന്നിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. 300 കോടി രൂപ സപ്ലൈകോ കൊടുക്കാനുള്ള ഒരു ആന്ധ്ര സ്വദേശി ഇതിന്റെ മുമ്പ് ലോഡ്ജ് എടുത്ത് താമസിക്കുന്നുണ്ട്. അയാൾ താമസിക്കുന്ന ലോഡ്ജിന്റെ റേറ്റ് എത്ര എന്നറിയും? 350 രൂപ. 300 കോടി രൂപ മനുഷ്യന് കിട്ടാനുണ്ട്. 330 കോടി രൂപയോളം ഈ കടബാധ്യതയ്ക്ക് പ്രതിവർഷം പലിശ കൊടുക്കേണ്ട ദുരന്തമായ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കിടന്നു. സാർ, ഇപ്പൊ ഈ മാവേലി സ്റ്റോറിന്റെ കാര്യമാണ്. മാവേലി സ്റ്റോറുകൾ പൂട്ടണം, ഉത്തരവായി കഴിഞ്ഞു. ഏകദേശം കച്ചവടമില്ലാത്ത മാവേലി സ്റ്റോറുകൾ മുഴുവൻ പൂട്ടണം. മറ്റൊരു ഏറ്റവും വലിയൊരു തമാശ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടത്, സപ്ലൈകോയുടെ ഉള്ളിലേക്ക് കയറി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പറ്റില്ല എന്ന് സാർ വായിച്ചിട്ടുണ്ടാവുമല്ലോ. അതെ, ഇന്ന് മാധ്യമങ്ങളിൽ വാർത്തയുണ്ട്. പുതിയ MDയുടെ ഉത്തരവാണ്. ഞാൻ സാറിനോട്, സാർ ഇത്രയും സാമൂഹിക പ്രതിബദ്ധതയുള്ള മനുഷ്യൻ എന്ന നിലയിൽ, അനുഭവ സമ്പത്തുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ
ഇതിനെ രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യണം? ഇതിനെ രക്ഷപ്പെടുത്താൻ ഈ അവസ്ഥയിൽ പാടാം. അതിൻ്റെ കാരണം എനിക്ക് തോന്നിയത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ കാണാൻ കഴിയുന്ന കാഴ്ച ട്രേഡ് യൂണിയൻ്റെ ഒരു വലിയൊരു അധികാര കേന്ദ്രമാണ്. ട്രേഡ് യൂണിയൻ്റെ പിന്നീട് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനകത്ത് ഇടനിലക്കാരൻ നിലനിൽക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഇടനിലക്കാരും ട്രേഡ് യൂണിയനും കൂടെ കൂടിയിട്ട് അവിടെ വരുന്ന ഇതിനെ നന്നാക്കണമെന്ന് വിചാരിച്ച് ആരെങ്കിലും വന്നിരിക്കട്ടെ ആളുകൾ. ഇപ്പം ശ്രീരാം വെങ്കിട്ടരാമനാണ്, അദ്ദേഹം കഴിവുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം ഇതിനെ നന്നാക്കണമെന്ന് മുൻപ് പലരും വന്നിരുന്ന് പോയിട്ടുണ്ട് ഈ കസേരയിൽ. എന്തെങ്കിലും ഒരു നൂതന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ സാധിക്കില്ല. സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ ഇത് ഓരോന്നും ഇതല്ല KSRTCയുടെ അവസ്ഥ. എന്താ KSRTCയിൽ നമ്മൾ കണ്ടതാണ്. വാട്ടർ അതോറിറ്റി നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നിലപാടെടുത്ത്, ഇലക്ട്രിസിറ്റി നന്നാക്കാൻ വേണ്ടിയിട്ട് ചെയർമാൻ അനുഭവിച്ച ത്യാഗം ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അവസാനം അവരൊക്കെ സറണ്ടർ ആകേണ്ടി വന്നു. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഇത്രയും വികസനവും സാക്ഷരതയും ഒക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന ആളുകളുടെയും അവരുടെ ഒരു മനോഭാവത്തിൽ ഇന്നും മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് മനോഭാവത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് സാർ, കൃത്യമായി പറയണമെങ്കിൽ ആത്മാർത്ഥമായി പണിയെടുക്കില്ല, മര്യാദയ്ക്ക് കസ്റ്റമറോട് പെരുമാറില്ല. ശരിയല്ലേ സാർ? സത്യം. എന്തുകൊണ്ട്? നമ്മളിപ്പോ ലുലുവിന്റെ സൂപ്പർ മാർക്കറ്റിൽ ചെല്ല, അവിടെ കോർപ്പറേറ്റുകളുടെ നയം, ബിഹേവിയർ കൊണ്ടാണ് അവിടെ കൂടുതൽ കച്ചവടം നടക്കുന്നത്. തീർച്ചയായിട്ടും. അവിടെ നമ്മള് ആ ഡോറ് തുറങ്ങാന്ന് തരാൻ നിൽക്കുന്നവൻ ട്രെയിൻഡാണ്. അവൻ ചിരിക്കും, വരൂ സാർ, വരൂ സാർ. ഇപ്പൊ നമ്മുടെ ഹൈക്കോടതി ജംഗ്ഷൻ ചെന്നാൽ ആശിഷ് എന്നൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിലേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖം ആ ചിരിച്ചുണ്ട്, വരൂ സാർ, എന്താ വേണ്ടേ, ആ ചോദ്യം. ഇവിടെ അതല്ല, ഇവിടെ സർക്കാർ ഓഫീസാ, സർക്കാർ ഓഫീസാണ്. നമ്മൾ എന്തോ ഒരു അപേക്ഷയുമായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ചെന്ന പ്രതീതിയാണ്, അവന് ഇഷ്ടപ്പെടുന്നില്ല വന്നത് തന്നെ. എന്നാ കൂടുന്നു വന്നോ, ആ സാധനമാണ് സാർ ഇവിടെ ഇരിക്കുന്നത്, എന്തെങ്കിലും ചോദിച്ചാലോ, ഞാൻ സപ്ലൈക്ക് സാധനം വാങ്ങുന്ന ആളാ സ്ഥിരം. ജനങ്ങളെ സാർ എന്ന് വിളിക്കില്ല, നിർബന്ധമാണ്. കോടതി പറഞ്ഞിരിക്കുന്നു നമ്മൾ അവരെ സാർ എന്ന് വിളിക്കരുത്. അതെ അതെ. അപ്പം ഇത്തരത്തില് എന്ന് പറഞ്ഞാൽ കാര്യപ്രാപ്തിയും ദീർഘവീക്ഷണവും ഒക്കെയുള്ള ധാരാളം ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട്. മലയാളിയെ സംബന്ധിച്ച് കഴിഞ്ഞിടെ ഒരു വാർത്ത വന്നത്, ഇനി 42 രാജ്യങ്ങളിൽ അങ്ങോട്ടേ പോകാനുള്ളൂ, ബാക്കി എല്ലായിടത്തും മലയാളി എത്തിക്കഴിഞ്ഞു. അപ്പൊ എത്ര സമർത്ഥരാണ് മലയാളികൾ. മലയാളി പണ്ടുള്ളവർ പറയും ചന്ദ്രൻ പോലും മലയാളി എത്തി, ഇപ്പൊ ഓൾറെഡി എത്തി നമ്മൾ. പക്ഷേ ഇത്രയുമൊക്കെ ആയിട്ടും നമ്മുടെ ഈ ആളുകളുടെ കഴിവ്, അതിനെ നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ പൊതുസമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി, പൊതു നന്മയ്ക്ക് വേണ്ടി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ്, ഉത്തമ തെളിവാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. അല്പം വഴിമാറിപ്പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. സപ്ലൈകോയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. എന്ത് തന്നെ ആയാലും കേരളം അനുഭവിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ ഭക്ഷ്യ ദൗർലഭ്യം, ദുരന്തം, വറുതി കാലഘട്ടം വരാൻ പോകും. കാരണം നമുക്കറിയാം, ഈ മധ്യവർഗവും സാധാരണക്കാരനും ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന 13 ഇനങ്ങളിൽ സബ്സിഡി കിട്ടിയിരുന്ന സപ്ലൈകോ. അതെ, ഒരു ഇനം പോലും കിട്ടാനില്ല. ആകെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വല്ലപ്പോഴും കൂടി വെളിച്ചെണ്ണയ്ക്കും മല്ലിക്കും മാത്രമാണ് ചെറിയൊരു സബ്സിഡി ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ അപകടത്തിലേക്കാണ്. സർ, 300 രൂപ മെനയാന്ന് വെളുത്തുള്ളിക്ക്. 1 കിലോ വെളുത്തുള്ളിക്ക് 300 രൂപ. 100 ഗ്രാം 30 രൂപ. ഞാൻ 1/4 കിലോ വെളുത്തുള്ളി വാങ്ങിക്കൊണ്ട് വരണമെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു. ഞാൻ നേരെ ഒരു കടയിലേക്ക് ചെന്നു, ഒരു 1/4 കിലോ വെളുത്തുള്ളി. സർ, 75 രൂപയാണ് കേട്ടോ. ഞെട്ടിപ്പോയി. അവിടെയാണ് ഇതുപോലെയുള്ള മനുഷ്യന് ഉപകാരം ചെയ്യുന്ന സാധുക്കൾക്ക്, സാധാരണക്കാർക്ക്, പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഷട്ടർ ഇടാൻ വേണ്ടിയിട്ട് പോകുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ ആരാണ് ഇത് കരകയറ്റി കൊണ്ടുവരേണ്ടത്? എന്താണ് മാർഗം? സർ, മാർഗം നിരവധി. നമ്മളൊരു ഇതെല്ലാം ഗൗരവമായി അറിയാവുന്നവരാണെന്നില്ല, എങ്കിലും അറിയാവുന്നവരുടെ അഭിപ്രായത്തിലുള്ള ചില കാര്യങ്ങൾ ഞാൻ സാറിനോട് ചോദിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ബജറ്റിലായാലും പ്രത്യേക സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് ഈ കടങ്ങൾ ആദ്യം തീർക്കണം. മത്സരമാണ്, ലോകം മുഴുവൻ മത്സരമാണ്. മറ്റ് കോർപ്പറേറ്റുകളുമായിട്ടും മറ്റ് സ്ഥാപനങ്ങളുമായിട്ടും മത്സരിക്കുവാനുള്ള കപ്പാസിറ്റി ഇവിടെയും ഉണ്ടാകും. വൃത്തിയുള്ള അന്തരീക്ഷം, നല്ല പെരുമാറ്റമുണ്ട്.
ജീവനക്കാർ, നമുക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ബ്രാൻഡ് ഐറ്റങ്ങൾ, അങ്ങനെ ഒരു നല്ല സുഖസൗകര്യമായ കാലാവസ്ഥ, സൗകര്യപ്രദമായ പാർക്കിംഗ്, ഇതൊക്കെ ഗവൺമെന്റ് ഇടപെട്ട് ഫണ്ട് മുടക്കി ഓൺ ടൈം മതിയല്ലോ. അതെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സാർ 13 അല്ല, ഈ 13 ഇനങ്ങൾക്ക് മാത്രമാണ് സബ്സിഡി. 100-ൽ പരം ഐറ്റങ്ങൾ വിൽക്കുന്ന ഒരു ഇടമാണ് ഇവിടെ. സൂപ്പർ മാർക്കറ്റിലെ സെയിം റേറ്റ് അവിടെ, സെയിം റേറ്റാണ്. അപ്പൊ അതിൽ നിന്ന് ലാഭമാണ് സാധാരണക്കാരൻ കൊണ്ടുപോകുന്ന ഈ ഒരു വിഭവം കൊടുക്കേണ്ടത്. അത്തരം രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെയെങ്കിലും മാറ്റങ്ങളുണ്ടാവും. ശക്തമായ ഒരു ഇടപെടൽ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഇല്ലാതെ വന്നാൽ ഇത് കേരളത്തിന്റെ പൊതുവിപണിയിൽ വലിയ ദുരന്തത്തിന് വഴി തുറക്കും. സംശയമില്ല. അതെ, അന്നമുട്ടും, സാധാരണക്കാരന്റെ അന്നമുട്ടും, അത് സംശയമൊന്നുമില്ല. ഈ മലയാളിയുടെ ഒരു പ്രത്യേക മൈൻഡ് ഉണ്ട്. സാറിന് അറിയാലോ, 100 രൂപ വില പറയുന്നിടത്ത് ഒന്ന് മടിക്കും. 99 രൂപയേ ഉള്ളു എന്ന് പറയുന്നിടത്ത് അത് വാങ്ങും. 4 വാങ്ങും. 4 വാങ്ങും. അത്തരം മാർഗങ്ങളാണ് ഇപ്പോൾ സാർ കണ്ടിട്ടുണ്ടോ? സ്ഥിരമായിട്ട് ഇപ്പോൾ ഉള്ള വലിയ വലിയ സാധനങ്ങളുടെ ചില പർച്ചേസിങ് നമ്പറുകൾ. ഒരു ദിവസം നിങ്ങൾക്ക് ചിലവാകുന്നത് കേവലം 120 രൂപ മാത്രം. പെർ ഡേ EMI 120. നമ്മൾ മലയാളികൾ ആശിക്കപ്പെടുകയാണ്. നമ്മൾ ഓർക്കണം, 120, 10 ദിവസം 1200, 20 ദിവസം 2400, 30 ദിവസം 3600 രൂപ പെർ മന്ത് EMI അടയ്ക്കണം. അപ്പൊ ഇത്തരം ചില കച്ചവട തന്ത്രങ്ങൾ ഇവിടെയും ഓഫറുകൾ ഇട്ടും ഹോം ഡെലിവറി ചെയ്തും നല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ നൽകിയുമൊക്കെ ഈ പൊതു മേഖലാ സ്ഥാപനത്തെ കോർപ്പറേറ്റുകളുമായി പോലും മത്സരിക്കുവാനുള്ള ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ സംസ്കാര മേഖലയായി മാറുമെന്ന് മാത്രമല്ല, ഈ ഒരു കേരളത്തിന്റെ ഈ ഒരു രീതി തന്നെ മാറ്റുവാൻ സാധിക്കും. ഇതില് ഈ സ്വകാര്യ സൂപ്പർ മാർക്കറ്റുകളുടെ ഒരു ഇടപെടലുണ്ടോ എന്നൊരു ചർച്ച സാർ, ഇത് ഏത് ഗവൺമെന്റ് ഓഫീസർ ആയാലും ഭരണാധികാരികളായി കഴിഞ്ഞാലും ഇവിടെയുള്ള സ്വകാര്യ ഈ പറയുന്ന ഈ വലിയ കോർപ്പറേറ്റുകളുമായി ധാരണയുണ്ട്, കമ്മീഷനുണ്ട്, അഴിമതിയുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് ഈ അടച്ചുപൂട്ടലിന്റെ ഏറ്റവും വലിയ ഘടകമെന്ന് ഇവിടെയുള്ള മിക്കവർക്കും അറിയാം. ഇതൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇന്ന് ഞാൻ രാവിലെ നമ്മൾ ഈ ചർച്ച പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ റേഷൻ കടയിലേക്ക് വിളിച്ചു. റേഷൻ കടയിലേക്ക് വിളിച്ചപ്പോ പച്ചരി മാത്രമേ ഉള്ളൂ. നല്ല അരി കൊടുത്തിരുന്ന റേഷൻ കടയാണ്. പഴയ റേഷൻ കട അല്ല ഇപ്പൊ. ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെന്റിനെ പലപ്പോഴും ഞാൻ പല കോണുകളിൽ അഭിനന്ദിക്കുകയും ചെയ്തു. കാരണം ഞങ്ങളുടെ റേഷൻ ചെയ്യാം. അല്ല സാർ, ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ഒരു ഗവൺമെന്റ് ഇല്ല. ഇല്ല 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 നമുക്കൊരു പാർട്ടിയും ഇല്ല. നിലവിലെ സാഹചര്യം മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യെസ്, തീർച്ചയായിട്ടും സാർ. അപ്പോ റേഷൻ കടയിൽ പച്ചരി മാത്രമേ ഉള്ളൂ. അത് ചോറ് വെച്ചിട്ടും കഴിയാൻ പറ്റില്ല. അതെ. അപ്പൊ അവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന അരി പച്ചരിയാണെന്ന് കളിയാക്കുന്ന സാഹചര്യം അതൊരു തമാശയായിട്ട് നമ്മൾ കാണേണ്ടി. അപ്പോൾ റേഷൻ കടകളിൽ പോലും ഇത് ബാധിച്ചിരിക്കുന്ന അർത്ഥം. കാരണം ഈ റേഷൻ കടകളിലേക്ക് അരി വരുന്ന മാർഗവും എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള സ്വകാര്യ വ്യക്തികളുടെ ഒക്കെ ആണല്ലോ. കേന്ദ്ര ഗവൺമെന്റ് എടുക്കുകയും കേന്ദ്ര ഗവൺമെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പോ റേഷൻ കടകളിലൂടെ ഈ ദൗർലഭ്യം വന്നാൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. സൂപ്പർ മാർക്കറ്റുകള് സപ്ലൈകോയുടെ ദുരന്തമാവുന്നു. അതിനോടൊപ്പം ഇതും കൂടി കണക്ട് ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തത്തിന്റെ, പ്രയാസങ്ങളുടെ, കഷ്ടപ്പാടുകളുടെ വ്യാപ്തി കൂടും, വളരെ വലുതായി കൂടും. സർ, KSRTC നഷ്ടത്തിൽ. അതെ, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. നേരിട്ടും അല്ലാതെയും ഏകദേശം 1 ലക്ഷം പേരാണ് 1600 ഔട്ട്ലെറ്റുകളിലായി സപ്ലൈകോയിൽ ജോലിയെടുക്കുന്നത്. അവരുടെ പണി പോകുന്നു. കുടുംബം പ്രശ്നം. അനുദിനം ഉയരുന്ന സാധനങ്ങളുടെ വില വർധനവ്. സർ, കേരളത്തിൽ ഈ നമുക്ക് കൂലി കൂടുതലാണെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണിൽ പൊടിയിടുകയാണ്. അതെ. സ്വകാര്യ മേഖലയിൽ എവിടെയാണ് സാർ കൂലിയുള്ളത്? സാറിന് നേരിട്ട് ബോധ്യമുള്ളതാണ്. 6000 രൂപ മുതൽ 10000 രൂപയാണ് തീർച്ചയായിട്ടും ഈ 12 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്നത്. അതായത് കേവലം ഒരു ദിവസം 12 മണിക്കൂർ പണിയെടുക്കുന്ന ഒരാൾക്ക് 200 രൂപയാണ് ദിവസക്കൂലി. നമ്മൾ എറണാകുളം ബ്രോഡ്വേയിലോട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ വിപണന കേന്ദ്രമാണ് ബ്രോഡ്വേ. ബ്രോഡ്വേയില് ഇപ്പൊ എന്റെ വീട് വൈപ്പിന് അറിയാമല്ലോ. വൈപ്പിനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ബ്രോഡ്വേയിലെ കടകളിൽ ജോലി ചെയ്യുന്നു, സ്ത്രീകള്. സാർ, 6000 തൊട്ട്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്, 6000 തൊട്ട് 10000 രൂപ വരെ ശമ്പളം. ഒരു വീട് പുലർന്നു പോകണമെങ്കിൽ ഈ 10000 രൂപയും കൊണ്ട് നടക്കില്ല. 2 കുട്ടികളും പ്രായമായ ഒരു അച്ഛനും അമ്മയും
ഒരു ഹസ്ബൻഡ് മടങ്ങുന്ന ഒരു കുടുംബം, ഹസ്ബൻഡ് രോഗിയോടാണെങ്കിൽ, ഈ പ്രായമുള്ള അച്ഛനും അമ്മ രോഗിയോടാണെങ്കിൽ തീർന്നു. എങ്ങനെ ജീവിച്ചു ഒരു കുടുംബം? അവിടെയാണ് ഈ കൈത്താങ്ങായിട്ട് നിന്ന ഈ സ്ഥാപനങ്ങൾ എല്ലാം പോകുന്നത്. ഈ സ്ഥാപനങ്ങൾ അതെ, അവിടേക്കാണ് ആശ്വാസം കിട്ടുന്നത്. റേഷൻ കട, മാവേലി സ്റ്റോർ, സപ്ലൈകോ എല്ലാം. അവിടേക്ക് ഇത് കടന്നു വരുമ്പോൾ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ദുരിതം ഏത് തരത്തിൽ അതിനെ ഓവർകം ചെയ്ത് പോകാൻ പറ്റുമെന്ന് നമുക്ക് ആശങ്കയുണ്ട്. അതെല്ലാം വിദഗ്ധരെ കൊണ്ട് ഗവൺമെന്റ് പറയുന്നു കുഴപ്പമില്ല എന്ന് പറയുന്നു, മന്ത്രി പറയുന്നു കുഴപ്പമില്ല. എവിടെ കുഴപ്പമില്ലെന്ന് പറയുന്നത്? കുഴപ്പമില്ലെങ്കിൽ പിന്നെ മാധ്യമങ്ങൾ അതിനകത്ത് കയറരുതെന്ന് പറയേണ്ടതല്ലായിരുന്നു. സാർ, കുഴപ്പമുണ്ടെന്ന് ആരെങ്കിലും ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിൽ ഏത് പ്രസ്ഥാനമാണ്, ഏത് പാർട്ടിയാണ് അധികാരത്തിൽ എത്തണമെന്ന് തീരുമാനിക്കുന്നത്? ഒരു രാഷ്ട്രീയക്കാരുമല്ല, നിഷ്പക്ഷരായ ഒരു വലിയ വിഭാഗമാണ്. ഏത് സർക്കാരും മാറി മറഞ്ഞ് വന്നുകൊള്ളട്ടെ, കൊടിയുടെ നിറമൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങളൊരു ചെറിയ ജനകീയ ചാനലാണ്. ഞങ്ങൾക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ: അന്നം മുട്ടരുത്, വസ്ത്രമുണ്ടാകണം, കയറിക്കിടക്കാൻ ഒരു കൂരയും. ഓരോ ദിവസം കഴിയും തോറും വാർത്തകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ സാധാരണക്കാരുടെയൊക്കെ മനസ്സമാധാനം നഷ്ടമാകും. പക്ഷേ കേരളത്തിലെ സാധാരണക്കാർക്ക് പെൻഷൻ നൽകണം. 6 മാസമായി. ഇതിപ്പോ സപ്ലൈകോയിൽ സാധനമില്ല, മാവേലി സ്റ്റോറുകൾ പൂട്ടുന്നു, റേഷൻ കടകളിൽ കിട്ടുന്ന ആ ഒരു അരിയും പഞ്ചസാരയും ഒന്നും തികയുന്നില്ല. എവിടെ പോകും സാർ ഞങ്ങൾ? എങ്ങനെയാണ് സാർ ഞങ്ങളുടെ പട്ടിണി മാറ്റുക? അപേക്ഷയാണ്, ദയവ് ഇത് പരിഹരിക്കണം. അപേക്ഷയല്ല, കാല് പിടിക്കുകയാണ്. നന്ദി.